അധികം ക്വസ്റ്റ്യൻസ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് വെച്ചിട്ട് നമ്മൾ കാണാറില്ല. നെക്സ്റ്റ് വരുന്നത് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ. എഗെയിൻ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നതാണ്. അത് വെച്ചിട്ടും നമ്മൾ ക്വസ്റ്റ്യൻസ് കുറവാണ്. ബേസിക് കോൺസെപ്റ്റ്സ് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മളോട് മോൾസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ടേംസ് ലൈക്ക് സൊല്യൂഷൻസ് ഒന്നും ബേസിക്സ് ഒന്നും നമുക്ക് ചോദിക്കാൻ പറ്റുന്ന മൊളാലിറ്റി ഇങ്ങനത്തെ കേസസ് ആണ് നമ്മുടെ ബേസിക് കോൺസെപ്റ്റ്സ് എന്നൊക്കെ നമ്മൾ കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് ക്വസ്റ്റ്യൻസ് കുറവാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലേക്ക് പോകുമ്പോൾ ഡിസ്കവറി ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഓക്കെ, ഡിസ്കവറി ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് പറയുമ്പോൾ നമുക്ക് ഇലക്ട്രോണിന്റെ, പ്രോട്ടോണിന്റെ, ന്യൂട്രോണിന്റെ ഒക്കെ ഡിസ്കവറി പറയുന്നുണ്ട്. മൊലിക്കൻസ് ഓയിൽ ഡ്രോപ്പ് എക്സ്പെരിമെന്റ് പറയുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വളരെ കുറവാണ്. ദെൻ തോംസൺസ് മോഡൽ, റൂദർഫോർഡ് മോഡൽ, ഇതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് അധികം ചോദിക്കാറില്ല. ദെൻ നിങ്ങൾ കെമിസ്ട്രിയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് പറയുന്ന രണ്ട് ടോപ്പിക്കും കെമിസ്ട്രിയാണ് ഞാൻ പറയുന്നത്. ഫിസിക്സിന്റെ കാര്യം എനിക്ക് അത്ര ഉറപ്പില്ല. ഫിസിക്സിന്റെ കേസിൽ ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചും ഇമ്പാക്ട് പാരാമീറ്ററും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് വളരെ കുറവാണ്. നമ്മൾ കുറേ സമയം എടുത്ത് അത് പഠിക്കാനിരിക്കും. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കൂടുതൽ സമയം അതിന് ഇൻവെസ്റ്റ് ചെയ്യരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഈ ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചും ഇമ്പാക്ട് പാരാമീറ്ററും നമ്മുടെ കെമിസ്ട്രിയിൽ ചോദിച്ച് കാണുന്നത് കുറവാണ്. ഓക്കെ, ദെൻ നമ്മുടെ അക്വസ്റ്റൻഷൻ, നമ്മുടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ചാപ്റ്ററിൽ വരുന്നതാണ് നമ്മുടെ അക്വസ്റ്റൻഷൻ. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ്, അതിലെ ലിക്വിഡ് സ്റ്റേറ്റ് നമുക്ക് ചോദിച്ച് കാണുന്നതാണ് അക്വസ്റ്റൻഷൻ. അതും അധികം ചോദിച്ച് കാണാറില്ല. ദെൻ മാക്സ്വെൽസ് ഡിസ്ട്രിബ്യൂഷൻ, മാക്സ്വെൽ ബോൾട്സ്മാൻ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരൽ കുറവാണ്. ദെൻ സർഫസ് ടെൻഷൻ, അഗെയിൻ നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ളതാണ് സർഫസ് ടെൻഷൻ. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നത് കുറവാണ്. ദെൻ ഫിസിക്കൽ ഇക്വിലിബ്രിയം, ഫിസിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിന്നും അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാറേ ഇല്ല. ദെൻ നമുക്കുള്ളത് വേപ്പർ ഡെൻസിറ്റി മെഷർമെന്റ്, നമ്മുടെ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്, ആസിഡ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്, ബേസ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്, ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ അതിന് നമുക്ക് ഈ വേപ്പർ ഡെൻസിറ്റി വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ചില കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതും നമുക്ക് നീറ്റിന് ചോദിച്ച് കണ്ടത് കുറവാണ്. നീറ്റിന്റെ കേസാണ് ഞാൻ പറയുന്നത്. നെക്സ്റ്റ് സൈമിൾട്ടേനിയസ് ഇക്വിലിബ്രിയം. സൈമിൾട്ടേനിയസ് ഇക്വിലിബ്രിയം നമുക്കറിയാം, രണ്ട് കോമൺ അയോൺസ് ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരെയും ഒരേ സിസ്റ്റത്തിൽ ഇക്വിലിബ്രിയത്തിൽ അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ അവിടെ ഉണ്ടാവുന്നതാണ് നമ്മുടെ സൈമിൾട്ടേനിയസ് ഇക്വിലിബ്രിയം അല്ലേ. അപ്പോൾ അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണല് കുറവാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ ഇക്വിലിബ്രിയം ചാപ്റ്ററിൽ നമ്മുടെ അയോണിക് ഇക്വിലിബ്രിയത്തിന്റെ കേസിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്ന് ചോദിച്ചാൽ pH ബേസ്ഡ് ആയിട്ടുള്ള ചോദിക്കാം, സോൾട്ട് ഹൈഡ്രോളിസിസ് ചോദിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ അയോണിക് ഇക്വിലിബ്രിയത്തിൽ നിന്ന് കൂടുതലായിട്ട് കാണുന്നത്. ബഫേഴ്സിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അല്ലാതെ ഈ നമ്മുടെ ഈ ആസിഡ് ബേസ് തിയറീസിനെ കുറിച്ചിട്ടൊന്നും ക്വസ്റ്റ്യൻസ് ഇതുവരെ നീറ്റ് നമ്മൾ ചോദിച്ച് കണ്ടിട്ടില്ല. ഓക്കെ, നെക്സ്റ്റ് സോൾട്ട് അനാലിസിസ്. സോൾട്ട് അനാലിസിസ് ഒന്നും ക്വസ്റ്റ്യൻസ് കുറവാണ്. ദെൻ ബാൻഡ് തിയറി, നമ്മൾ സോളിഡ് സ്റ്റേറ്റിൽ പഠിക്കുന്ന ബാൻഡ് തിയറീസ് ഒന്നും ക്വസ്റ്റ്യൻ കുറവാണ്. ഇലക്ട്രിക്കൽ ആൻഡ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സും ക്വസ്റ്റ്യൻസ് അധികം ചോദിച്ച് കണ്ടിട്ടില്ല. ദെൻ കൊറോഷനും ക്വസ്റ്റ്യൻസ് കുറവാണ് ചോദിക്കുന്നത്. ക്ലിയർ? അപ്പോൾ നിങ്ങളിങ്ങനെ എല്ലാ ടോപ്പിക്സും പഠിക്കുന്നതിനിടയിൽ ഏതിനൊക്കെയാണ് നിങ്ങൾ കൂടുതൽ സ്ട്രെസ് കൊടുക്കേണ്ടത്, ഏതിനൊക്കെയാണ് നിങ്ങൾ കുറച്ച് സ്ട്രെസ് കൊടുത്ത് നിങ്ങൾ അത്രത്തോളം നിങ്ങൾ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ടാത്ത ടോപ്പിക്സ് ആണ് ഈ പറഞ്ഞ ഒരു 20 ടോപ്പിക്സ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. ആൻഡ് എല്ലാവരും ഉഷാറായിട്ട് പഠിച്ചിട്ട് പോവുക. എക്സാം ഒക്കെ നല്ല രീതിയിൽ എല്ലാവർക്കും എഴുതാൻ പറ്റട്ടെ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നീറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും നമ്മുടെ നോട്ട്സും ഒക്കെ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇതുവരെ നിങ്ങൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയിട്ട് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ആൻഡ് യെസ്, അത്രയേ ഉള്ളൂ. ആൻഡ് നമ്മൾ കീമിൻ്റെയും നീറ്റിൻ്റെയും വീഡിയോസ് എല്ലാ ദിവസവും നമ്മൾ ചാനലിൽ ഇടുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും അറിയെങ്കിൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. നമ്മൾ ഈ ലെക്ചർ കേട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ